നിയമസഭാ തിരഞ്ഞെടുപ്പിന് 13 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വടക്കാഞ്ചേരിയിൽ തിരഞ്ഞെടുപ്പ് രംഗത്ത് ചൂടേറി. കൊടുമ്പിരി കൊള്ളുന്ന മീനച്ചൂടിനെ വകവയ്ക്കാതെ സ്ഥാനാർത്ഥികൾ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമായി വാരിക്കൂട്ടാനുള്ള തത്രപ്പാടിലാണ്. മണ്ഡലത്തിലെ മുക്കിലും മൂലയിലും നേരിട്ടെത്തി വോട്ടുകൾ ഉറപ്പുവരുത്തുന്ന പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. വടക്കാഞ്ചേരിയിലെ LDF സ്ഥാനാർത്ഥി സേവ്യർ ചിറ്റിലപ്പിള്ളി ഒരു മുഴം മുമ്പേ തന്നെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. എന്നാൽ അടുത്തിടെ തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കടന്നുവന്ന UDF സ്ഥാനാർത്ഥി PN വൈശാഖ് ചുരുങ്ങിയ സമയം കൊണ്ട് കളം പിടിച്ചടക്കി. AICC ജനറൽ സെക്രട്ടറിയും സംഘടനാ ചുമതലയുമുള്ള KC വേണുഗോപാൽ വടക്കാഞ്ചേരിയിലെത്തി കോൺഗ്രസിനുള്ളിലെ പടലപ്പിണക്കങ്ങൾ തീർത്ത് മടങ്ങിയതോടെ കോൺഗ്രസ് പ്രവർത്തകർ ഒറ്റക്കെട്ടായി പ്രവർത്തന രംഗത്തുണ്ട്. LDF സ്ഥാനാർത്ഥി സേവ്യർ ചിറ്റിലപ്പിള്ളിയുടെ പൊതുസ്വീകരണ പരിപാടികൾ 27 മുതൽ ആരംഭിക്കും. ഏപ്രിൽ 1 വരെ മണ്ഡലത്തിൽ സ്വീകരണ പരിപാടികൾ ഉണ്ടാകും. സേവ്യർ ചിറ്റിലപ്പിള്ളിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ വടക്കാഞ്ചേരിയിൽ പ്രസംഗിക്കും. മുഖ്യമന്ത്രി എത്തുന്നതോടെ LDF ക്യാമ്പുകൾ വീണ്ടും സജീവമാകും. NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു മണ്ഡലത്തിൽ പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു. ഉല്ലാസ് ബാബുവിന്റെ തിരഞ്ഞെടുപ്പ് ക്യാമ്പയിന്റെ ഭാഗമായി കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി വടക്കാഞ്ചേരിയിലെത്തും. തിരഞ്ഞെടുപ്പിനുള്ള ദിവസങ്ങൾ അടുക്കുംതോറും വടക്കാഞ്ചേരി ആരെ വാഴ്ത്തും ആരെ വീഴ്ത്തും എന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയിലാണ്. കഴിഞ്ഞ തവണ കൈവിട്ടുപോയ മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള ആവേശത്തിലാണ് UDF പ്രവർത്തകർ. ഇതിനിടെ മണ്ഡലത്തിലെ കഴിഞ്ഞ 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ നിരത്തിയാണ് LDF സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥിക്കുന്നത്.